ധന്യ, നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വീണാമണി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അത് കേരളത്തിലാകെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ്? നിശബ്ദമായ ചലനം. CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും BJP-യും ഒക്കെ നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിമുഖങ്ങൾ, വീണാമണിയുമായി നടത്തിയ അഭിമുഖങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് നിന്ന് വീണാമണിക്ക് എന്താ വീണാമണി പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല, ക്ലാരിറ്റി കുറവുണ്ട് എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ. മറുഭാഗത്ത് വീണാമണി പറയുന്നതെല്ലാം കറക്റ്റാണ്. അന്ന് നവീൻ ബാബു മരിച്ച സമയത്ത് വീണാമണി അല്ലാതെ ആരെങ്കിലും അവിടെ പോയി ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ചോ? അവരുടെ സഹോദരനോട് പറയാൻ ധൈര്യം കാണിച്ചോ? അങ്ങനെ അവിടെ വരെ അന്ന് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി പറയാൻ ധൈര്യം കാണിച്ച ഒരാളെ അവിശ്വസിക്കേണ്ടതുണ്ടോ? അവരുടെ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ തെറ്റിപ്പോയിരിക്കാം. ചിലപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അപ്പോൾ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട് CPM സത്യത്തിൽ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വീണാമണിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഒരു വലിയ ജനവികാരം എതിരായിരിക്കുന്നു CPM-ന്. ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് CPM അണികൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വാർത്ത ഇന്നലെ ഞാൻ ഏതോ ഒരു ഓൺലൈൻ മീഡിയയുടെ ഒരു വാർത്ത കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, വീണാമണിയെ കാണാനില്ല, CPM-നെ ഭയന്ന് വീണാമണി മുങ്ങി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ CPM വീണാമണിയെ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം വീണാമണി നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് CPM-ലെ ചില നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ വീണാമണി പ്രതികരിച്ചാൽ അത് അവർക്ക് തലവേദനയാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പലരെയും വെച്ച് അവർ വീണാമണി ഇറക്കിയത് പോലീസാണ്, നാളെ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവീൻ ബാബു വിഷയം ഇനി ചർച്ച ചെയ്യരുതെന്ന് കോടതിയുടെ ഓർഡർ കിട്ടാനായിട്ടാണ് വീണാമണി ഇറക്കി CPM-ഉം പോലീസും കളിക്കുന്നത്, ഇത് പോലീസിൻ്റെ നാടകമാണ് എന്നൊക്കെ പറയുന്നത്. ഒരു സ്ത്രീ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് ബോഡി ദഹിപ്പിക്കുന്നതിന് മുന്നേ വന്നതിന് ശേഷം ആ സ്ത്രീയുടെ ആരുമല്ല മരണപ്പെട്ട ADM, അവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പോൾ അവർക്ക് കളക്ടറേറ്റിൽ നവീൻ ബാബുവിനെ കണ്ട പരിചയം, അവരുടെ ചില ആവശ്യങ്ങളുമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട അവരുമായി ബന്ധപ്പെട്ട ചിലരുടെ ആവശ്യങ്ങൾക്കായി പോയി കണ്ട പരിചയം, ഏറ്റവും സ്നേഹസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥനോട് സാധാരണ പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സ്നേഹം, അത് തന്നെയാണ് ADM നവീൻ ബാബുവിനോട് വീണാമണിക്കും തോന്നിയത്. നവീൻ ബാബുവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും വീണാമണിയുമായി നവീൻ ബാബു സംസാരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴും കളക്ടറുടെ ചേംബറിൽ നിന്ന് നവീൻ ബാബു ഇറങ്ങി വരുമ്പോൾ വലിയ അസ്വസ്ഥനായിരുന്നുവെന്ന്. പക്ഷേ ജനങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അസ്വസ്ഥതകളെ നെഗറ്റിവിറ്റി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇവരോടൊക്കെ സംസാരിച്ചിരുന്നതൊക്കെ വീണാമണി പറയുന്നുണ്ട്. അപ്പോൾ വീണാമണി മലയാലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിയിട്ട് ഭാര്യയും മക്കളോടും ആ സമയത്ത് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർക്കുണ്ടാവുന്ന മനോവ്യഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നേരെ അനിയൻ പ്രവീൺ ബാബുവിൻ്റെ അടുത്ത് പോകുന്നു. നിങ്ങൾ ഈ ബോഡി ഒരിക്കൽ കൂടി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം, ഈ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അമൃതാനന്ദമയി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ കൊണ്ടുപോയി ഈ ബോഡി ADM-ന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. മാത്രമല്ല മുഖം പുറത്ത് കണ്ടപ്പോൾ നെറ്റിയിലും കണ്ണിൻ്റെ താഴെയുമൊക്കെ ചില പാടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, കാലിലും ചില നിറവ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇത് പറയേണ്ടത് വീണാമണി അല്ല, യഥാർത്ഥത്തിൽ ഇത് പറയേണ്ടത് നവീൻ ബാബുവിൻ്റെ കുടുംബമാണ്. ഭാര്യയും മക്കളെയും നമുക്ക് മാറ്റി നിർത്താം, സഹോദരനോ ബന്ധുക്കളോ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കണ്ണൂരിൽ നിന്ന് വണ്ടി പിടിച്ച് പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി നവീൻ ബാബുവിൻ്റെ സഹോദരനോട് വീണാമണി പറഞ്ഞത്. വീണാമണിക്ക് എന്താ ഇതിന്റെ ഉദ്ദേശം? വീണാമണിക്ക് പോലീസ് ഇറക്കിയതാ. വീണാമണിക്ക് ആകെ കൂടിയുള്ള ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ കണ്ണൂർ കളക്ടറേറ്റിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. ജനങ്ങളുടെ മനസ്സറിഞ്ഞ്
അഴിമതിയില്ലാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ മരണം അതെങ്ങനെയാണ് എന്നുള്ളത് ജനസമൂഹത്തെ അറിയിക്കണം. അതാണ് അവരുടെ നിലപാട് എന്ന് പറയുന്നത്. അത് അവർ ബന്ധുവല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർക്കതിൽ നേരിട്ട് ഇടപെടലുകൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ ബന്ധുക്കളെ കണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളെ സമീപിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളിത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണം, ഇതൊരു കൊലപാതകമാണ്, ഇതൊരു ആത്മഹത്യയല്ല എന്നവർ കൃത്യമായി പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ ബന്ധുക്കൾ അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അത് അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ആ സമയത്താണ് അവിടെ മലയാലപ്പുഴ മോഹനൻ വരുന്നു എന്ന് വീണാമണി തന്നെ പറയുന്നത്. ഫോണുകൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മലയാലപ്പുഴ മോഹനൻ ഈ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ് വീണാമണി ആരോപിക്കുന്നത്. ഇപ്പം മലയാലപ്പുഴ മോഹൻ്റെ ഒരു മുഖം നമ്മൾ കണ്ടതാണ്. CIT നേതാവായ മലയാലപ്പുഴ മോഹൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം നിൽക്കും, ഇങ്ങനെയൊക്കെയാണ് മലയാലപ്പുഴ മോഹൻ പറഞ്ഞത്. ആ മലയാലപ്പുഴ മോഹനാണ് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് പറയാൻ വന്ന ഒരു സ്ത്രീയുടെ മൊബൈൽ പിടിച്ച് വാങ്ങുന്നു, അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരെ നിരീക്ഷിക്കാനായി ആളുകളെ ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം അത് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വീണാമണിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു എന്താ പറയുക ധൈര്യമുള്ള സ്ത്രീയാണ്. അല്ലെങ്കിൽ CPM-നെതിരെ പിന്നെ MV ഗോവിന്ദൻ്റെയും മകൻ്റെയും ശ്യാമളയുടെയും MV ജയരാജൻ്റെയും പേരൊന്നും പറയാൻ വീണാമണിയെപ്പോലുള്ളൊരു സ്ത്രീ ധൈര്യപ്പെടില്ല. അവരെ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ, എന്നെ തീർക്കണമെങ്കിൽ ഇരിക്കൂറുള്ള പോലീസ് സ്റ്റേഷൻ അടുത്താണ് എൻ്റെ വീട്, ധൈര്യമായി വരൂ എന്നെ കാണാം എന്നവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നവീൻ ബാബുവിനെ ബൊലേറ വണ്ടിയിൽ കൊണ്ടുപോയതിനെ കുറിച്ച്, പോസ്റ്റ്മോർട്ടം നടക്കാത്തതിനെക്കുറിച്ച്, പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഗൂഢസംഘങ്ങളെക്കുറിച്ച്, സഹാക്കന്മാരുടെ പോസ്റ്റ്മോർട്ടത്തിലെ വീഴ്ചകളെക്കുറിച്ച്, അങ്ങനെ ഓരോന്നായി എണ്ണി അവർ പറയുന്നുണ്ട്. പല ദുരൂഹ മരണങ്ങളെ നാച്ചുറൽ ഡെത്ത് ആകുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഒക്കെ അവർ പറയുന്നുണ്ട്. മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയം അത് നിങ്ങൾ അറിയുന്നതിനും അപ്പുറമുള്ള ഒരു അധോലോകമാണ് എന്ന് വീണാമണി പറഞ്ഞു വെക്കുന്നുണ്ട്. ആറളം ഫാമിന്റെയും തൃച്ചംബരം ക്ഷേത്രത്തിന്റെ 1000 ഏക്കർ ഭൂമി വകമാറ്റിയ കാര്യം നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നുള്ളത് കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല മറ്റൊരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. വീണാമണി അങ്ങനെ തളയ്ക്കാനൊന്നും ഒരു ചങ്ങലയ്ക്കും CPM-ന്റെ ഒരു ചങ്ങലയ്ക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അവർ നിയമം കൊണ്ട് കളിക്കുകയാണ്. നിയമം കൊണ്ട് കളിക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ ഹർജി കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവർ നിയമം കൊണ്ട് കളിക്കുകയാണ്. നിയമം കൊണ്ട് കളിക്കുന്നവരെ തീർക്കാൻ CPM വിചാരിച്ചാൽ ഒന്ന് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ CPM അതിന് മുതിരുമെന്നും തോന്നുന്നില്ല. കാരണം വീണാമണി വളരെ ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. അവർ പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-നാണ്. ഇനി അവർ നടന്ന് വീണ് പോണ വഴിക്കൊന്ന് മൂക്കിടിച്ച് തീർന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരടാണ് വീണാമണി എന്നതിലപ്പുറം വീണാമണിയെ CPM-ലെ ADM-നെ ഇല്ലാതാക്കിയ പല ഉന്നതരും ഭയക്കുന്നുണ്ട് എന്നുള്ളത്. വീണാമണി ഇവിടെയൊക്കെ തന്നെയുണ്ട്, ഒരിടവും ഒളിച്ചോടാൻ പോകുന്നില്ല. അവരെ അങ്ങനെ ഒതുക്കാനും ആരും ശ്രമിക്കേണ്ട. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി, അവരൊരു കള്ളനാണയമല്ല എന്നും അവർ കൃത്യമായ നിലപാടുകളുള്ള ചങ്കുറപ്പുള്ളൊരു സ്ത്രീയാണെന്നും അവർ കൃത്യമായി പറയേണ്ടത് എവിടെയാണോ പറയേണ്ട സ്ഥലം അവിടെ അവർ കൃത്യമായി പറയുക തന്നെ ചെയ്യുമെന്നുള്ളത് ചിലർ മനസ്സിലാക്കിയാൽ നന്നായി. എന്തായാലും വീണാമണിയുടെ വെളിപ്പെടുത്തലോടുകൂടി ബഹുമാനപ്പെട്ട കോടതിയും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി, എങ്കിലും പോലീസ് ഈ കാര്യത്തിൽ ഇതുവരെ ഇവരുടെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഒരാൾ എന്തോ വിളിക്കട്ടെ, എന്തോ പറയട്ടെ, അത് ഒരു പൂർണ്ണ, ഇപ്പോൾ ഒരാൾ ഒരു തെറ്റായ കാര്യമാണ് ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് വിചാരിക്കുക. വീണാമണി പൂർണ്ണമായും പറയുന്ന അതിലെ പല കാര്യങ്ങളും റിലവൻ്റ് ആണെന്ന് നമുക്കറിയാം. ഞാനതല്ല പറയുന്നത്. ഒരാൾ ഇപ്പം ഞാനൊരു കേസിനെ പറ്റി തെറ്റായ കാര്യം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണ്, ഈ കേസിൽ സ്വാധീനിക്കാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നറിഞ്ഞാൽ പോലും പോലീസ് എന്ത് ചെയ്യണം?
ആ കേസിൽ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തി മൊഴി രേഖപ്പെടുത്തി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നുമുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടാവണം. അത് ഏതൊരാൾ എന്ത് പറഞ്ഞാലും പോലീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇത് പക്ഷേ അതിലേക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ വീണാമണിയുടെ മൊഴി ഇതുവരെ പോലീസ് ശേഖരിക്കുന്നില്ല. പോലീസ് അതിനെ തള്ളിക്കളയുന്നു. ഒരുമാതിരി സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തുകയാണ്. ഇവർ പറയുന്നൊന്നും കേൾക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളും പോലീസും മാറുന്നു. പക്ഷേ പൊതുസമൂഹം അങ്ങനെ മാറും എന്ന് ആരും ധരിക്കേണ്ടതുമില്ല.